നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ടാവും 2000-നും 3000-നും ദുബായിൽ ഒരു വീട് സ്വന്തമാക്കാന്ന് പറഞ്ഞു. സത്യത്തിൽ അത് സത്യമാണോ നിങ്ങൾക്ക് തന്നെ സംശയം ഉണ്ടാവും. അത് പോസിബിൾ ആണോ ദുബായിൽ, അതോ ആ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കളവ് പറയുന്നതാണോ? ഇത്തരം വീഡിയോയിലൂടെ അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ലീഡ് ജനറേഷൻ ആണ്. റെഡി പ്രോപ്പർട്ടി എടുത്തിട്ട് അത് ബാങ്കിൽ മോർഗേജ് ചെയ്യിച്ചിട്ട് നിങ്ങളെ കൊണ്ട് മന്ത്ലി EMI അടപ്പിക്കുന്ന എമൗണ്ട് ആണ് ഈ 3000 4000 എന്ന് പറയുന്നത്. സത്യത്തിൽ അതിന്റെ ക്രൈറ്റീരിയ എന്താണ്? ഒരാൾ മോർഗേജിന് എലിജിബിൾ ആണോ അല്ലെന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ദുബായിൽ നിങ്ങൾ റെഡി പ്രോപ്പർട്ടി എടുത്തിട്ട് ബാങ്കിൽ മോർഗേജ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് നെറ്റ് 10,000 ബാങ്കിൽ ക്രെഡിറ്റ് ആവണം. അഥവാ അതിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റോ അല്ലെങ്കിൽ വണ്ടിയുടെ EMI പോകാൻ പാടില്ല. 10,000 നെറ്റ് ബാങ്കിൽ വരണം. രണ്ടാമത്തത് ഏജ് ലിമിറ്റ് ആണ്. നിങ്ങൾക്ക് അപ് ടു 65 ഇയേഴ്സ് വരെ ഒരു പ്രോപ്പർട്ടി ദുബായിൽ മോർഗേജ് ചെയ്യാൻ പറ്റും. 65 വയസ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് മോർഗേജിന് നിങ്ങൾ എലിജിബിൾ ആവില്ല. മൂന്നാമത്തതാണ് മോർഗേജ് പീരീഡ്. ഒരാൾക്ക് ഒരു പ്രോപ്പർട്ടി എത്ര വർഷം വരെ മോർഗേജ് ചെയ്യാൻ പറ്റും? അപ് ടു 25 ഇയേഴ്സ് വരെയാണ് നിങ്ങൾക്ക് പ്രോപ്പർട്ടി മോർഗേജ് ചെയ്യാൻ പറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 65 ആണ്. അപ്പോൾ നിങ്ങൾ ഒരു 50 വയസ്സുള്ള ഒരാളാണ് പ്രോപ്പർട്ടി എടുക്കുന്നതെങ്കിൽ 15 വർഷം മാത്രമേ നിങ്ങൾക്ക് മോർഗേജ് ചെയ്യാൻ പറ്റൂ. നേരെ മറിച്ച് നിങ്ങൾ 40 വയസ്സുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 25 വർഷം വരെ മോർഗേജ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ 60 വയസ്സുള്ള ഒരാളാണെങ്കിലോ നിങ്ങൾക്ക് 5 വർഷത്തെ മോർഗേജ് കിട്ടും. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 65 ഇയേഴ്സ് ആണ്. അപ്പൊ ഷബീർ 10,000 സാലറി ഉള്ള ആൾക്കാർക്ക് എത്ര എമൗണ്ട് വരെ മോർഗേജ് കിട്ടും? അപ്പൊ 10,000 മിനിമം സാലറി ഉള്ള ആൾക്കാർക്ക് അവരുടെ സാലറി 6 മാസം ബാങ്കിൽ ക്രെഡിറ്റ് ആവുകയാണെങ്കിൽ അപ് ടു 7,20,000 ദിർഹംസ് വരെ അവർക്ക് ലോൺ കിട്ടും. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ UAE റെസിഡന്റ് ആണെങ്കിൽ നിങ്ങൾ റെഡി പ്രോപ്പർട്ടി എടുത്ത് മോർഗേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി വാല്യൂവിന്റെ 80% നിങ്ങൾക്ക് മോർഗേജ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ നോൺ റെസിഡന്റ് ആണെങ്കിൽ അപ് ടു 50% മാത്രമേ നിങ്ങൾക്ക് മോർഗേജ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ റെഡി പ്രോപ്പർട്ടി എടുത്ത് മോർഗേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരു പ്രീ അപ്രൂവൽ എടുത്തു വെക്കുന്നതാണ്. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് എത്രത്തോളം എലിജിബിൾ ഉണ്ട്, നിങ്ങൾക്ക് മോർഗേജ് എത്രത്തോളം കിട്ടും എന്നുള്ളത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയി തന്നെ റെഡി പ്രോപ്പർട്ടി എടുത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.